സ്ത്രീയെ നോക്കൽ സിനയാണ്, വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന് നമ്മളെ മോളെ ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമാണ് കൊടുക്കല്. എന്നിട്ട് തോള് കൈയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കല്, അതിനുവേണ്ടി എങ്ങനെ പ്രത്യേക മജ്‌ലിസ് ഉണ്ടാക്കല് തങ്ങളുടെ സുന്നത്താണ്, ഇബാദത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇങ്ങനെ അന്വേഷണം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ അന്വേഷിച്ചു, ഓക്കെ കേട്ടോ, ആൾ ഓക്കെയാണ് എങ്കിൽ അപ്പോനോട് പറയണം എന്നാ വന്ന് കണ്ടോളൂ. അതാണ് നിയമം. അല്ലാതെ കാണുന്നത് ഒരു അന്യപുരുഷൻ അന്യ സ്ത്രീയെ നോക്കൽ സിനയാണ്, വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന് നമ്മളെ മോളെ ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമാണ് അന്വേഷണം ഒന്നും നടത്താതെ ആ ആളെ വന്നിട്ട് കാണാൻ പറയാം. എന്നിട്ട് കണ്ടിട്ട് പറ്റി പോയിട്ട് അന്വേഷിച്ചിട്ട് പറ്റിയില്ല എന്ന് പറയാം. അങ്ങനെ ഉണ്ടല്ലോ. അന്വേഷിച്ചിട്ട് ഓക്കെ ആയി, പിന്നെ കണ്ടിട്ട് പറ്റാതിരിക്കുക, അത് വേറെ ഡ്യൂട്ട്. അവിടെ കുഴപ്പമില്ല, അത് അനുവദിച്ചതാണ്. അല്ലാത്ത നിലക്ക് കാണാൻ അനുവദിക്കുക എന്നത് സ്വന്തം ഉപ്പ മകളെ സിനക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. അടുത്തത് മുട്ടായി കൊടുക്കൽ എന്നാണ് ഒരു പുതിയ പരിപാടി. അത് ഇസ്ലാമിൽ ഇല്ല കേട്ടോ. വാണെങ്കിൽ കൊടുക്ക, അനുവദനീയാണ്. മുട്ടായി അല്ലേ കൊടുക്കണത്, ഒരു കുഴപ്പമില്ല. മധുരം കൊടുക്കുക എന്നൊരു പരിപാടി ഉണ്ട്. പക്ഷെ ഇത് കൊടുക്കേണ്ട ആരാണ്? നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ഭർത്താവ് ആകാൻ പോണ ആളെങ്ങനെ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് കൊടുക്കല്, എന്നിട്ട് തോള് കൈയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കല്, അതിനുവേണ്ടി എങ്ങനെ പ്രത്യേക മജ്‌ലിസ് ഉണ്ടാക്കല്. ഹറാമിന്റെ തുടക്കം ആ കല്യാണം 90% അങ്ങനത്തെ കല്യാണങ്ങൾ മുടങ്ങും, അത് ഇല്ലാതാവും, ഇടയ്ക്ക് വെച്ച് മുറിയും. അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ജീവിച്ചായിരിക്കും. നിങ്ങളൊന്ന് പോയി ശരിക്കും അന്വേഷിച്ച് നോക്കിയാൽ ഹറാമ് കൊണ്ട് തുടക്കം, ഹറാമിലെ അവസാനിക്കുള്ളൂ. ഷഫീഉനാ റസൂലുള്ളാഹി. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കേണ്ടത് നിക്കാഹാണ്. അതിന്റെ അടുക്കിഞ്ഞ് കാരണവന്മാരും ഓലൊക്കെ കൂടിയിട്ടുള്ള നിശ്ചയങ്ങളൊക്കെ നടന്നോട്ടെ. അതിൽ ഈ വരനും വധുവിനും എന്താ ഒന്നുമില്ല, ഓല അവിടെ മാറിന്നോളൂ. അത് ഓല് തീരുമാനിച്ചോളൂ, ഓൽക്ക് വിട്ടുകൊടുക്കണം. അത് എന്നാ ഡേറ്റ്, ഇതൊക്കെ ഇനി ഓല അഭിപ്രായമൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അത് ചോദിക്കേണ്ടി വരും. കാരണം അവരുടെ ഡേറ്റ് ഒക്കെ അറിയേണ്ടി വരും. അതിനനുസരിച്ച് അവരോടൊക്കെ ചോദിക്കേണ്ടി വരും എന്നാ വേണ്ടത് എന്നൊക്കെ. ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയാൽ പിന്നെ അടുത്തത് നിക്കാഹാണ്. രണ്ടുപേർക്കും പറ്റണം കേട്ടോ. പുരുഷന് മാത്രം പറ്റിയാൽ പോലെ, അതൊക്കെ കുറച്ച് പണ്ടാണ്. ഇപ്പൊ അങ്ങനെ ഒന്നല്ല. ഇപ്പൊ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടതാണ്. രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടെയാണ് നിക്കാഹ് നടക്കേണ്ടത്. ഈ നിക്കാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, ഇബാദത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇന്ന് അധികം നിക്കാഹ് ഉണ്ടാവില്ല. വരനോട് വെച്ചൊക്കെയാണ് നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊള്ളാന്ന്. നിക്കാഹിന് വന്നിരിക്കണ പുതിയ പെണ്ണിന്റെ ഉപ്പയോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിയ്യത്ത് വെച്ചുക്കണോ? ഒരു ഇബാദത്ത് എടുക്കാൻ പോണേ, അള്ളാഹു കബൂലാക്കണമെങ്കിൽ അത് നിയ്യത്ത് നിർബന്ധമാണ്. എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? വധുവും വരവനും കരുതണം, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ്. ഈ സുന്നത്താണ് ഞാൻ നിർവഹിക്കുന്നത്. എന്റെ ജീവിതം ശരിയായി നല്ല ചിട്ടയിൽ വേണ്ടാത്തരത്തിലേക്ക് എന്റെ ആയുസ് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്യാണം കഴിക്കണത്. ഇത് മനസ്സിൽ കരുതിയിട്ടാണ്, ഈ ഒരു നിയ്യത്തോടു കൂടെയാണ് നിക്കാഹിന്റെ വേദിയിൽ പുതിയാപ്പള വന്നിരിക്കേണ്ടത്. എന്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാ? മോനക്ക് പുതിയാപ്പളിനെ കണ്ടെത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മോളെ കെട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാ? എന്റെ ഒരു ഭാരം കഴിക്കണം. ഇപ്പൊ ഞാൻ അത്രയും ഒരു 18 വയസ്സ് വരെ ഞാൻ നോക്കിയില്ലേ, ഇനി വേറെ ആരെയും നോക്കിയോട്ടെ, എന്റെ ഉത്തരവാദിത്തമാണ് കഴിക്കുക. ഈ ലക്ഷ്യം വെക്കരുത്. പുതിയാപ്പളിന്റെ വാപ്പ എന്തെങ്കിലും ബിസിനസ്സിൽ കുടുങ്ങി നടക്കുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും മകനെ കൊണ്ട് കെട്ടിച്ചിട്ട് ആ മഹറോ വാങ്ങിയിട്ടോ, കുറച്ചു മുമ്പൊക്കെ പിന്നെ സ്ത്രീധനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് രക്ഷപ്പെടണം എന്നുള്ള നിലക്കാവാൻ പാടില്ല. ഉമ്മാർക്കുണ്ടാവും, പൈസ കൊടുക്കാതെ ഒരു വേലക്കാരന് കിട്ടല്ലേ, പൈസ കൊടുക്കണ്ടല്ല, വേലക്കാരനെ വെച്ചാൽ ഈ ശമ്പളം കൊടുക്കേണ്ടി വരും. ഇതിപ്പോ ഒരു മരുവോള് വന്നാൽ എന്തായി, ഒരു വേലക്കാരനെ കിട്ടിയല്ലോ. ഈ ലക്ഷ്യം കൊണ്ടാണോ ഈ നിക്കാഹുകളൊക്കെ നടക്കുന്നത് എങ്കിൽ പോയില്ലേ കഥ. അവിടെ നിയ്യത്ത് ശരിയാവണം. എന്താ നിയ്യത്ത് ശരിയാവേണ്ടത്? എന്റെ മകന്റെ ദീൻ ശരിയാവണം. അവൻ വേണ്ടാത്തരത്തിലേക്ക് പോയി പെടരുത്, സിനയിൽ പെടരുത്. അതിനു വേണ്ടി ഞാൻ അവനിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാണ് എന്നതാണ് രക്ഷിതാവ് കരുതേണ്ടത്. കല്യാണം കഴിക്കുന്ന ആള് കരുതേണ്ട എന്താ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ചര്യയാണ്, ഞാൻ കഴിച്ചു പോകാൻ പാടില്ല, അതിനും വേണ്ടിയിട്ടാണ്. ഈ ഒരു നിയ്യത്തോടു കൂടെയാണ് നിക്കാഹിലേക്ക് പ്രവേശിക്കേണ്ടത്.